ഇപ്പൊ സഫേനെയും ലല്ലുവിനെയും നാട്ടുകാര് പൊക്കി എന്ന് പറഞ്ഞു, അത് സത്യമാണോ? ഞാൻ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞു ഞാൻ തെറ്റിലേക്ക് പോയിട്ടില്ല. ഇനിയിപ്പോ ഫ്യൂച്ചറിൽ എന്റെ അവസ്ഥ എനിക്ക് പറയാൻ പറ്റത്തില്ല. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സഫയ്ക്ക് പറ്റില്ല. ഇതുപോലത്തെ ആങ്കറൊക്കെയാണ് ഇവിടെ പിടിച്ചു വരുത്തിയിട്ടുള്ളത്. ഒരുമാതിരി കോപ്പില. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനും കുത്താൻ. എനിക്ക് അത്രയും തെറ്റ് ചെയ്യാത്തോണ്ടാണ് ഞാൻ ഈ മീഡിയക്ക് മുന്നിൽ എത്ര ഇന്റർവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്, കുറെ ഇന്റർവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ ഇവിടെ ഒന്നും ഇരിക്കത്തില്ല. ഓക്കെ, മതി. സ്നാപ്പ് എന്തോ അയച്ചു കൊടുത്തു എന്ന് ഒരു പറഞ്ഞു വിവാദം. ഓക്കെ, ഞാൻ അങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ന്യൂഡായിട്ടുള്ള ഫോട്ടോ. മുസ്ലിംസ് ആണ്, നമുക്ക് അങ്ങനത്തെ ഫോട്ടോസ് പുറത്തിടാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ സ്നാപ്പിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, സേവ് ചെയ്ത് ക്യാമറ റോൾ ആക്കിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ലല്ലുവിന് അയച്ചു കൊടുത്തിട്ടില്ല. എന്റെ സ്നാപ്പ് മയനാസിന്റെ കയ്യിലുണ്ട്. ഫസ്മിനയുടെ കയ്യിൽ എങ്ങനെ എത്തി? ആരാ അയച്ചു കൊടുത്തത്? ആരായിരിക്കും? മെഹനാസ് അയച്ചു കൊടുത്തു. മെഹനാസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ലല്ലുവിന്റെ കൂടെ അഴിഞ്ഞാടി നടക്കാൻ പറയാതെ പോയി. ഇതൊക്കെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണല്ലേ? അല്ലല്ലോ, മൂന്നാമത് ലല്ലുവായിട്ട് കെട്ടിയില്ലല്ലോ, പക്ഷെ റിലേഷൻ ഉണ്ടല്ലോ. ഇല്ലല്ലോ, അത് സഫ പറയുന്നില്ലേ, പക്ഷെ തെളിവുകൾ മുഴുവൻ സഫയ്ക്ക്. അല്ല, എന്ത് തെളിവുള്ള ഞാനും അവനും തമ്മിലെ റിലേഷനാണ്. ഇപ്പൊ ഒരാള് മീറ്റ് ചെയ്ത് ഒരാളുടെ ബാഗ് ഇപ്പൊ നമ്മുടെ കൂടെ ഇരുന്നെങ്കിൽ, നമ്മുടെ ഫ്ലാറ്റിൽ ഇരുന്നെങ്കിൽ റിലേഷൻ ആണോ? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ ഡ്രൈവറിനെയും എന്നെയും വെച്ച് ബന്ധാക്കി കൂടെ? ലല്ലുവിനെയും സഫയെ ഒരുമിച്ച് റൂമിൽ വെച്ച് കണ്ടുവന്നു ഇതേ ആള് തന്നെയാണ് പറഞ്ഞത്. അത് അവനെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട്. ഇപ്പൊ ലല്ലുവിന്റെ പുതിയൊരു ഇന്റർവ്യൂ കണ്ടായിരുന്നു, അതിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇവനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇന്നതുപോലെ പറയണമെന്ന് പറയിപ്പിച്ചതാണ് നാജിനെ. ഇത് ചോറ് തിന്നുന്ന എല്ലാ മലയാളികൾക്കും ലല്ലുവും സഫയും തമ്മിലുള്ള ഒരു, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നു പറയാം, ഞാനിപ്പോ ഡിവോഴ്സ് ആവാൻ പോവാണ്, അവൻ ഓൾറെഡി വേർപിരിഞ്ഞാണ്, നമ്മൾ തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ധൈര്യമായിട്ട് പറയാം. ഇത്രയും നമ്മൾ ഇന്റർവ്യൂക്ക് നേരെ വന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ റിലേഷൻ ഉണ്ടെങ്കിൽ അത് പറയേണ്ട, മടിക്കേണ്ട ഒരു കാര്യമില്ല, നമുക്ക് പറയാവുന്നുള്ളൂ. നമ്മുടെ ഇഷ്യൂസ് നടക്കുമ്പോൾ പോലും ഈ സെപ്പറേറ്റഡ് ഇട്ടിട്ട് പോലും ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, എന്നിട്ട് അവരെന്നെ സ്വീകരിച്ചു. ആര് സ്വീകരിക്കും? ഇല്ല. പക്ഷെ സഫയെ സ്വീകരിക്കാൻ വീട്ടിലെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കാതെ വീണ്ടും അടുത്ത തെറ്റിലോട്ട് സഫ, വീണ്ടും ലല്ലു എന്ന വ്യക്തിയാണോ സഫ തെരഞ്ഞെടുക്കുന്നത്? അല്ല, ഒരിക്കലും അല്ല. ഞാൻ ഇപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് ചിന്തിക്കുന്നേ ഇല്ല. ഒരു മാരീഡ് ലൈഫ് ഇപ്പൊ ചിന്തിക്കുന്നേ ഇല്ല. ഞാനും ബേബി ആയിട്ട് എങ്ങനെയാണോ ഹാപ്പി ആയിട്ട്, എനിക്ക് എങ്ങനെയാണോ ലൈഫ് ഹാപ്പി ആക്കാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് എന്റെ പ്ലാനിങ് ഉള്ളത്. ലല്ലുവിനെ കുറിച്ചുള്ള അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ എന്താണ്, അല്ലെങ്കിൽ ഇതുവരെയുള്ള ചരിത്രം വെച്ച് എന്താണ്, ഫസ്മിനെ വെച്ച് പറഞ്ഞത് വെച്ച് എന്താണെന്ന് അറിയാലോ? അറിയാം. ഒരുപാട് പേരെ ചതിച്ച് കോഴിത്തരം കാണിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്മിന ലല്ലുവിനെ പറ്റി ബാഡ് ആയിട്ടുള്ള കുറച്ച്, മീൻസ് ഒരു കുട്ടിയായിട്ട് ചാറ്റ്